ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കുന്ന ജോസി പാർസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം തൻ്റെ ദാസനെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വളരുവാൻ, വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവീയ കാഴ്ചപ്പാടിനനുസരിച്ച് മുൻപോട്ട് പോകുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെടേണ്ടതിനായി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഒരു ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഒക്കെ പോകുന്നത്. സത്യത്തിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ഇവിടെ ഇരിക്കുവാൻ പോലും കഴിയത്തില്ല. അതുപോലുള്ള പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് യേശു നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കടലിന് മുകളിൽ കൂടി യേശു നടന്നു പോകുവാനിടയായി. വലിയ പ്രതിസന്ധികൾ യേശുവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും പ്രതികൂലത്തെ വകവയ്ക്കാതെ തിരമ്പി വരുന്ന ആ തിരമാലകൾക്ക് മുകളിൽ കൂടി യേശു നടന്നു പോകുവാനിടയായി. അപ്പോൾ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ പ്രതികൂലത്തിന്റെ മുകളിൽ കൂടി നടക്കുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില വർഷങ്ങളായി ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ എന്ന ആ വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാനും ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോഴേ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ വർഷങ്ങളോളം കമണ്ടനുകളി എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ. ബാംഗ്ലൂർ കമണ്ടനുകളി എന്ന സ്ഥലത്ത് ഞാൻ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. പീനിയ സെക്കൻഡ് സ്റ്റേജിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അവിടെയൊക്കെ നല്ല സുപരിചിതമാണ്. എൻ്റെ ബന്ധുമിത്രാദികളും ഒക്കെ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇപ്പോഴും പാർക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ ഉണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമോ എനിക്കറിയത്തില്ല. അവർക്കൊക്കെ ഞാൻ അത് അയച്ചു കൊടുക്കുവാനിടയായി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. കാരണം ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനൊന്ന് കാണിക്കണേ. പ്രൈസ് ദി ലോർഡ്. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരുതലും കാവലും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകണമേ. കൊണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ ദൈവിക സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും കർത്താവെ ഭാരത്തോടെ, പ്രയാസത്തോടെ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുവെങ്കിൽ അവിടെ ജീവിതത്തിൽ വലിയ മാറ്റം അല്ലെങ്കിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടണമേ. ദൈവാത്മാവ് സംസാരിക്കുവാൻ ഇടയാകണമേ. ഇന്ന് സൂം മീറ്റിംഗിൽ ചില ജീവിതങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ, നിരാശകൾ മാറി, ഭാരങ്ങൾ മാറി, ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി രാത്രിയിൽ ഈ 8:30 മണി സമയത്ത് ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാളെയും നിരാശരായി മടക്കി അയക്കാത്ത ദൈവ പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടുവാനിടയാകണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവത്തിന് നന്ദി. എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. ാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ ഇന്ന് രാത്രി എനിക്ക് അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ അവിടെയുള്ള കർത്താവിന്റെ ദാസന്മാരെയും ദാസിമാരെയും, കർത്താവിന്റെ ദാസി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. തലമുറകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. വായിച്ചു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ തന്നെ വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇനിയും അതിന്റെ 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇനിയും അതിന്റെ 35-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, 8-ന്റെ 35-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാണ്. അപ്പോൾ ഈ 8-ാം അധ്യായത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായമാണ് ഈ 8-ാം അധ്യായം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച് തോൽവിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച് വേർപിരിവില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അധ്യായമാണ് ഈ 8-ാം അധ്യായം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8-ന്റെ 1-ൽ വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അപ്പോൾ ശിക്ഷാവധി ഇല്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച് 11-ാം വാക്യത്തിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ ശിക്ഷാവധി ഇല്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച് തോൽവിയില്ല വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാണ്. ഉണ്ടോ? അപ്പോൾ ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച് തോൽവിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച് വേർപിരിവില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 8-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ രണ്ട് വിഷയങ്ങളെ ഒരുപോലെ പറഞ്ഞ് പൗലോസ് പുരോഗമിപ്പിക്കുന്നു. വൈരുദ്ധ്യങ്ങളായ രണ്ട് പ്രമാണങ്ങൾ ഇവിടെ കാണാൻ കഴിയും. റോമാലേഖനത്തെ കുറിച്ച് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. 9 മണിയാകുമ്പോൾ നമുക്ക് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. 9 മണിയാണ് എനിക്ക് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങളെ ഒരുപോലെ പറഞ്ഞ് പൗലോസ് പുരോഗമിപ്പിക്കുകയാണ്. രണ്ട് പ്രമാണങ്ങൾ. ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ആർക്കും കഴിയുന്നില്ല. അതൊരു സത്യമാണ്. ചുരുക്കം ആളുകൾ മാത്രമേ ഈ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്നു. നമ്മളെല്ലാവരും, ഒരുപക്ഷെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇതിൽ ആരൊക്കെയാണ് ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ആയിരിക്കുന്നതെന്ന്. എന്നാൽ ഈ 8-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവിക പ്രമാണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം പെന്തക്കോസ്തുകാരെന്ന് വിളിച്ചതുകൊണ്ട് യാതൊരു അർത്ഥവും കാണുന്നില്ല എന്ന് വേണം പറയാൻ. ഈ 8-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെ ചിന്താവിഷയമായ ചില കാര്യങ്ങൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ഈ ദൈവിക പ്രമാണം അത് വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ നാം ആധാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ ശക്തമായി നമുക്ക് നിൽക്കുവാൻ കഴിയും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, പ്രിയ സിസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിലുള്ള സിസ്റ്റർ മായ സിസ്റ്റർ, ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് കണ്ണൻ അച്ചായൻ ഇവിടെ ഉണ്ട്. വളരെ വ്യക്തമായി എന്നെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. നിങ്ങൾ ഓർക്കും, ഞാൻ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എങ്ങനെ ഈ ശുശ്രൂഷ നിൽക്കുന്നുവെന്ന് അവർക്കറിയാം. ഞാൻ അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കല്ല, പറയാതിരിക്കാനും കഴിയത്തില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ വൈഫിന് 2 കിഡ്നി ഇല്ലാത്ത ഒരു സഹോദരിയാണ്. അത് വ്യക്തമായി മായസിന് അറിയാൻ കഴിയും. ഞാൻ അതൊന്ന് എടുത്തു പറയാൻ കാരണം, ഇന്ന് രാത്രി ആരെങ്കിലും പ്രത്തോട്, ഭാരത്തോട്, അല്ലെങ്കിൽ രോഗത്താൽ ഇതുവരെ കർത്താവെ പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതല് കാണുന്നില്ല എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഈ സൂം മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവരോട് ആത്മാവി ഞാൻ വിളിച്ചു പറയാം, ഇല്ല, ഡോക്ടർമാർക്ക് കഴിയാത്തതിനെ തിരുത്തി എഴുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് ഈ സഹോദരി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കള്ളമാ പറയുന്നത്. പക്ഷെ അവരെന്റെ സഭയിലെ ഞങ്ങളെല്ലാം കൂടുന്ന ഒരു സഭയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഞങ്ങളുടെ സഭയിൽ അറിയാവുന്ന ഒരു കാര്യം, 2 കിഡ്നി ഇല്ല, 6 വർഷമായി പ്രൈസ് ദി ലോർഡ് ജീവിക്കുന്നു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, എന്നോട് പറഞ്ഞത്, 1 വർഷം മാത്രമേ എൻ്റെ വൈഫ് ജീവിച്ചിരിക്കൂ. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ ഇന്ന് രാത്രി ശക്തമായി എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, ഡോക്ടർമാരുടെ വിധിയെ മാറ്റി എഴുതിയ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 12 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുക്രിസ്തുവിൽ അതിയായി വിശ്വസിച്ചതുകൊണ്ട്, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യേശുവിനെ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച സമയങ്ങൾ. യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല, എന്നാൽ അവൾ ചിന്തിച്ചു, കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ആ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. ആ വിശ്വാസം അവിടെ ജീവിതത്തിൽ സൗഖ്യത്തിനിടായി 12 സംവത്സരമായി എല്ലാ വൈദ്യന്മാരുടെ അടുക്കൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് സാമ്പത്തികം നഷ്ടപ്പെട്ട് ശൂന്യതയായി
ഒന്നുമില്ലാത്ത മേഖലകളിൽ കൂടി അവൾ കടന്നുപോയി. എന്നാൽ ഇന്ന് രാത്രി ശക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, 12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീയെ ആ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിദൂരതയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ഈ ഏതെങ്കിലും വിഷയത്തിന് പരിഹാരം കിട്ടാതെ, രോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പരിഹാരം കിട്ടാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് തന്റെ ഇടമായി പറയുവാൻ കഴിയും, എന്റെ യേശു ഇന്ന് രാത്രിയിലും നിന്നെ തൊടുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ ഏത് രോഗത്തെയും, ഏത് രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറഞ്ഞു, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ എഴുതിത്തള്ളിയ ചില വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി പരിഹാരം തരുവാൻ എന്റെ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്ക് സൗഖ്യം തരുവാൻ എന്റെ യേശുവിന് കഴിയും. 1 വർഷം മാത്രം ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ എന്റെ ദാസി ഹല്ലേലൂയ കഴിഞ്ഞ 6 വർഷമായി ഹല്ലേലൂയ ഇന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തൊടുവാൻ, നിന്റെ ദേശത്തെ തൊടുവാൻ, നിന്റെ ശരീരത്തെ തൊടുവാൻ, നിന്റെ കുടുംബത്തെ തൊടുവാൻ ഇന്ന് രാത്രി യേശു ശക്തനാണ്. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഇന്ന് രാത്രി ആത്മാർത്ഥമായി കർത്താവേ, സൂം മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ജോലി സംബന്ധമായ വിഷയമായിരിക്കാം, ഏതെങ്കിലും തലമുറകളുടെ വിഷയമായിരിക്കാം, ഏതെങ്കിലും മറ്റ് നിന്നെ അലട്ടുന്ന, നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ബാംഗ്ലൂർ പട്ടണത്തിലോ UK-യിലോ മറ്റ് ഏതെങ്കിലും കൺട്രിയിൽ ഇരുന്നായിരിക്കാം ഹല്ലേലൂയ നീ ഇന്ന് രാത്രി സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാനെല്ലാം നിങ്ങളെ ഹല്ലേലൂയ മുന്നോട്ട് നയിക്കുന്നത്, ഹല്ലേലൂയ നിന്നെ നയിക്കുന്നത് ഒരു യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാറയുടെ അനുഭവത്തെ ഇന്ന് രാത്രി മധുരമാക്കുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്റെ കൈപ്പിണ്ടി അനുഭവത്തെ മാറ്റുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയമായിക്കോട്ടെ, നീ എഴുതിത്തള്ളിയ വിഷയമായിക്കോട്ടെ, ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ സഹോദരി, ഇന്നൊരു പക്ഷേ നീ സൂം മീറ്റിംഗിൽ ഞരക്കത്തോടെ ആയിരിക്കാം, വളരെ വേദനയോടെ ആയിരിക്കാം, പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം. കർത്താവേ, ഈ പട്ടണത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്, അല്ലെങ്കിൽ നിന്റെ ജോലി സംബന്ധമായ വിഷയത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ചില പേപ്പറുകളെ ഹല്ലേലൂയ ചലിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെന്ന് വാസ്തവമായി ഞാൻ തിരിച്ചറിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനിൽ കൂടി ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ സംസാരിച്ചതാ ഹല്ലേലൂയ ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. 8ാം അധ്യായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ ഹല്ലേലൂയ 8ാം അധ്യായത്തിന്റെ അതിന്റെ 2ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ 2 പ്രമാണം ഈ റോമാലേഖനത്തിൽ 8ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഒന്ന് നിങ്ങൾ വായിച്ച്, അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം കാണുവാൻ കഴിയും. എന്താ? ഒന്ന്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. രണ്ടാമത്തെ കാര്യം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ഹല്ലേലൂയ. ഒന്ന്, 2 പ്രമാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 2, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ഇനി നിങ്ങൾ 2 ചിന്തകളെ തമ്മിൽ കാണുവാൻ കഴിയും. അതായത് 6ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ, 2 ചിന്തകൾ അവിടെ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. 8ന്റെ 6 വായിച്ചത് ജഡത്തിന്റെ ചിന്ത മരണം. 2, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ഞാൻ 2 പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു, 2 ചിന്തയെ കുറിച്ച് പറഞ്ഞു.
ഇനിയും ആ രണ്ട് സ്വഭാവത്തെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. 8-ാം വാക്യം വായിച്ചേ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. അവിടെ നമ്മളെ കുറിവാക്യം എന്ന് പറഞ്ഞാൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അപ്പോൾ രണ്ട് പ്രമാണം ഞാൻ പറഞ്ഞു, ആ രണ്ട് ചിന്ത ഞാൻ പറഞ്ഞു. ആ 8-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞ രണ്ട് സ്വഭാവം. ഒന്ന്, ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരെത്രയാണ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാൽ 8-ാം വാക്യം രണ്ട് സ്വഭാവം. എന്താ? ജഡസ്വഭാവമുണ്ട്, ആത്മസ്വഭാവമുണ്ട്. കണ്ടോ? ഈ 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് കാണുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ട് അതിനെ മനസ്സിലാക്കാതെ വിട്ടവരുണ്ടായിരിക്കാം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രണ്ട് പ്രമാണം: ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. 6-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണമാണ്. അടുത്ത വാക്യം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇനി രണ്ട് സ്വഭാവം കാണുവാൻ കഴിയും, ജഡസ്വഭാവവും ആത്മസ്വഭാവവും. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജഡമല്ലാന്നോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജഡമല്ല. പിന്നെ എന്താണ് ഈ ജഡസ്വഭാവം? എൻ്റെ കുറിവാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്താണ് ഈ ജഡസ്വഭാവം? ദൈവം ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിച്ചത് ജഡമല്ല. പിന്നെ എങ്ങനെ ജഡമായി? ഇവിടെ പറയുന്നത് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായി, ദൈവം തന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ ശരീരമാണ്, അല്ലാതെ ജഡമല്ല. ആണോ? ദൈവം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തില മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണോ? അല്ലാതെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ജഡമായിട്ടല്ല. ദൈവം തന്റെ രൂപത്തിൽ ഉണ്ടാക്കിയത് ശരീരമാണ്, ജഡമല്ല. എന്നാൽ ശരീരം എന്തായി? പാപം ഭവിച്ചതോടുകൂടി ശരീരം ജഡമായി മാറാനിട. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ജഡമായിട്ടല്ല. പിന്നെ എങ്ങനെ ജഡമായി? പാപം മനുഷ്യനിൽ കുടിയേറിയപ്പോൾ എന്ത് സംഭവിച്ചു? ശരീരം ജഡമായി. അതുകൊണ്ടാ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ജഡം തന്നെയല്ലയോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിച്ച ജഡമല്ല. ദൈവം തന്റെ രൂപത്തിൽ ഉണ്ടാക്കിയത് ശരീരമാണ്, ജഡമല്ല. എന്നാൽ ശരീരം എന്തായി? ജഡമായി മാറി. എങ്ങനെ? പാപം ഭവിച്ചതോടുകൂടി ജഡമായി മാറി. അപ്പൊ ജഡമെന്ന് പറയുന്നത് ഒരധപ്പതിച്ച അവസ്ഥയാണ്, ഇല്ലേ? നിങ്ങൾ ഓർത്തു പോയി, പാപം ചെയ്യുന്ന മനുഷ്യൻ അധപ്പതിച്ച അവസ്ഥയിൽ കൂടിയാ. നിങ്ങൾ ഓർത്തു നോക്കി, പാപം ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും അവൻ ഒരു ഉന്നമനം ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ നോക്കിയോ, ഈ ഞാനും നിങ്ങളും ഇത്രയും അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം, ഒന്നാമത്തെ കാരണം എന്താ? നാം ദൈവത്തിന്, ഞങ്ങള് ഞങ്ങളുടെ കൂട്ടായ്മയിൽ അനീഷ് പാസ്റ്റർ പ്രസംഗിച്ച ഒരു വിഷയം ഞാൻ ഇങ്ങനെ ഓർക്കുക. പ്രതികൂല അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യനാണ് ഹാനോക്ക്. ഞാൻ അതിനെ ചിന്തിക്കുവാനിടയായി. നിങ്ങൾ ഓർത്തു പോയി, സാഹചര്യങ്ങൾ ഹാനോക്കിന് അനുകൂലമല്ല, പാപത്തിന്റെ വശങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ ആ ഹാനോക്കിൽ നിക്ഷിപ്തമായ ഒറ്റ ചിന്തയുള്ളൂ, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാം,
നിങ്ങൾ ഈ ഹാനോക്കും നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ ഇന്ന് രാത്രിയിൽ പകലൊക്കെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, യാത്ര ചെയ്തപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുക, കർത്താവേ, ആരെല്ലാം എന്നെ വിട്ടുപോയാലും ദൈവം എന്നെ വിട്ടുപോകാൻ പാടില്ല. ചാർച്ചക്കാര്, ബന്ധുക്കള്, ബന്ധുമിത്രാദികൾ ഒക്കെ നമ്മളെ വിട്ടുപോകുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവേ, എന്റെ കൂടെ നിന്നും അങ്ങ് കാണണം. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാ ദൈവവചനത്തിൽ പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം അനുകൂലമായി നിന്നതുകൊണ്ട്, അവരുടെ പ്രതിസന്ധികളിൽ ഹല്ലേലൂയ അനുകൂലമായി നിന്നതുകൊണ്ട് ചെങ്കടലിനെ വിഭാഗിച്ച് അക്കരെ കടക്കുവാൻ കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. 100 അടി ഹൈറ്റിൽ 90 അടി വീതിയിൽ ആണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഞാൻ അത് കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഐസ് കട്ടയായി ആ ചെങ്കടലിനെ 2 ഭാഗത്തും മതിലുപോലെ ഐസ് കട്ടയാക്കിയിട്ട് തന്റെ ജനത്തെ വിളിച്ചു വേർതിരിച്ച് ഇറക്കി തിരിച്ചിട്ട് അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ചെങ്കടലിനെ പോലെ ഏതെങ്കിലും പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പറയുന്നു, ദൈവം നിനക്ക് അനുകൂലമായി നിന്നാൽ ഏത് വല്ല പ്രതിസന്ധികളും നിന്റെ പ്രാർത്ഥനയിൽ തകരുവാൻ തക്കവണ്ണം ഇടയാകും. ഉടമന ശതാരഭാരക. ഇന്ന് രാത്രി ചില പ്രതിസന്ധികൾ മാറട്ടെ, ചില പ്രശ്നങ്ങൾ മാറട്ടെ. നിന്നെ വിട്ടുമാറാത്ത ചില പ്രതികൂലങ്ങൾ നിന്റെ പുറകെ വരുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ചില ആത്മീക നന്മകളെ കൊണ്ടുതന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ഓർത്തു നോക്കൂ, പ്രതികൂലത്തിന് നടുവിൽ മോശ നിലവിളിച്ചപ്പോൾ ആ ദൈവജനത്തിനു വേണ്ടി ദൈവം ഇറക്കിക്കൊണ്ടുവന്ന, മോശയിൽ കൂടി ഇറക്കിക്കൊണ്ടുവന്ന ആ ജനത്തെ അതിൽ ദൈവം കൈവിട്ടില്ല. ആ ചെങ്കടലിനെ മാറ്റുവാനിടയായി. നമുക്കറിയാം, യെരിഹോ മതിൽ പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ പ്രതികൂലമായി നിന്ന, അല്ലെങ്കിൽ പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ ഇസ്രായേൽ ജനം ആ പുരോഹിതന്മാരുടെ കൂടെ നിന്ന് തകരുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ജീവിതമേ, ഏലിയാവിനെ പോലെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില യെരിഹോ മതിലുകൾ ഇടിയുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ രോഗമായിക്കൊള്ളട്ടെ, ഏത് വലിയ രോഗം, ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു സമയത്ത് എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ആ സാക്ഷിയൊന്നും ഞാൻ പറയുന്നില്ല. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിന്നെ നിർത്തുകയില്ലെന്ന് വാദിക്കുന്ന, പോരാടുന്ന ദേശത്ത് നിന്നെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാ ഇന്ന് രാത്രി നീ സത്യമായി വിളിച്ചു പറയുന്നു. ചില ആത്മാർത്ഥമായി പറയുക, പോരാട്ടങ്ങൾ മാറി, ഇരുളിന്റെ വ്യാപാരങ്ങൾ മാറി. ഇന്ന് രാത്രി ഒരു ദൈവിക വിടുതൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയോ, യോർദാൻ കലങ്ങി മറിയുന്ന യോർദാൻ. പ്രതിസന്ധികളാ, വീട്ടിൽ ചെല്ലുവാൻ കഴിയത്തില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എനിക്ക് എന്റെ കുടുംബത്തിൽ പോകാൻ പറ്റത്തില്ല, അപ്പനെയും അമ്മയും കാണാൻ കഴിയത്തില്ല, എനിക്ക് മക്കളെ കാണാൻ കഴിയത്തില്ല. ആകെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ മാറി നിൽക്കാതെ നിനക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രി മുഴങ്കാൽ മടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ടെന്ന് ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയാം.
ഹല്ലേലൂയ. അപ്പോൾ ജഡമെന്ന് പറയുന്നത് അധപ്പതിച്ച ഒരവസ്ഥയാണ്. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചപ്പോൾ ആത്മാവിനും ദേഹത്തിനും ദൈവദത്തമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബലഹീനമായ ദേഹവും വഷളായ ദേഹിയും കൂടെ ഒന്നിച്ചു വന്നപ്പോൾ മനുഷ്യനിൽ ഡെവലപ്പായ പാപ സ്വഭാവമാണ് ജഡസ്വഭാവം എന്ന് പറയുന്നുണ്ടോ. അപ്പൊ എന്താണ് ജഡസ്വഭാവം? എന്റെ കുറിവാക്യം എന്താണ്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. അപ്പൊ എന്താണ് ജഡസ്വഭാവം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ബലഹീനമായ, അല്ലെങ്കിൽ ഈ ബലഹീന ദേഹവും വഷളായ ദേഹിയും കൂടെ ഒന്നിച്ചു വന്നപ്പോൾ മനുഷ്യനിൽ ഡെവലപ്പായ പാപ സ്വഭാവമാണ് ജഡസ്വഭാവം. കണ്ടോ? അപ്പൊ ഈ ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്തു വേണം? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പാദപീഠത്തിൽ വിശുദ്ധിയോടും വേർപാടോടും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടാനിടയാകും. പ്രിയമുള്ളവരെ, പലയിടത്തും കുടുംബത്തും നാം ജോലി ചെയ്യുന്നിടത്തും പലപ്പോഴും ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ ചിന്തിക്കും, പ്രിയമുള്ള ദൈവമക്കളെ, എന്നിൽ നിന്ന്, ഞാൻ പ്രസംഗിക്കുന്ന എന്നിൽ നിന്നും ഒരു ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് ഒരു കാര്യം. പ്രസംഗമല്ല ഇവിടെ കാര്യം, ജീവിതമാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടില്ല. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറുവാനിടയാവും. നമ്മുടെ സംസാരങ്ങളൊക്കെ മാറുവാനിടയാവും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു, സകല ജഡസ്വഭാവങ്ങളും മാറി സ്വഭാവമുള്ളവരായിരിക്കാൻ. പ്രൈസ് ഗോഡ്. റൂക്കോഷി റമാഷി ലോ റക്ഷി റിവി ഹംതിരികാലി അംധുനാ ദീപ റഗച്ചിയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ജഡസ്വഭാവം ഉള്ളവരായി തീരണം. പ്രൈസലോ. അപ്പം ജഡത്തിന്റെ ചിന്ത, ഒന്ന്, ജഡത്തിന്റെ ചിന്ത മരണമാണ്. ദൈവത്തോട് ശത്രുതയല്ല. കണ്ടോ? ജഡീക സ്വഭാവമുള്ളവരായി തീർന്നാൽ, പ്രൈസദാസൻ ഇവിടെ പ്രസംഗിക്കുവാനിടയായി. പ്രൈസലോ. എന്താ? നമ്മുടെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് എപ്പോഴും ശത്രുത ഉളവാക്കുന്ന. അപ്പൊ അതുകൊണ്ട് എന്താ? ജഡീക ചിന്തകൾ മാറണം. പ്രൈസലോ. നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനെ ആരാധിക്കുന്നവരാ. പ്രൈസലോ. ആത്മാവിൽ പാടുന്നവരാ, ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നവരാ, അന്യഭാഷ പറയുന്നവരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, നമ്മുടെ ജഡീക സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ആരാധിപ്പാൻ കഴിയത്തില്ല. സകല ജഡത്തിന്റെ ചിന്തകളും ജഡീക സ്വഭാവങ്ങളും ഇന്ന് രാത്രി മാറണമെന്ന് ദൈവാത്മാവ് ഞാൻ ഓർപ്പിച്ചു പറയുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് മരണമാണ്. ഓ, ചെറിയ കാര്യമല്ല. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് മരണമെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങ് എന്റെ അടുക്കൽ നിന്ന് മാറല്ലേ. ദൈവം കൂടെ നിന്നാൽ പിന്നെ ജഡീക സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. ദൈവം മാറി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജഡസ്വഭാവങ്ങൾ കടന്നു വരുവാനിടയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒന്ന്, ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് മരണമാണ്. രണ്ട്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതയാണ്. കണ്ടോ? ദൈവത്തോട് ഏറ്റവും ശത്രുതയിൽ നിൽക്കുന്ന ഒന്നാണ് എന്താ? ജഡത്തിന്റെ ചിന്ത. മൂന്ന്, ഈ ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. കഴിയുമോ? നിങ്ങൾ ഓർത്തു വയ്ക്കേ. ഞാൻ കൈകൊട്ടുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, ആരാധിക്കുന്നു, അന്യഭാഷ പറയുന്നു, പക്ഷെ എന്നിൽ ജഡീക സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവർ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈകൊട്ടും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കും, ആരാധിക്കും, പക്ഷേ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ജഡീക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. നമ്മുടെ സംസാരം ക്ലിയർ ആകണം, വിശുദ്ധിയുള്ളതായിരിക്കണം, ആത്മസ്വഭാവമുള്ളവരായി മാറണം. ഇവിടുത്തെ കറണ്ട് ഒക്കെ പോയി കാണും. അതാ എന്തോ കേൾക്കുന്നില്ലയോ? കേൾക്കുന്നുണ്ടോ? പ്രൈസലോ. കറണ്ട് പോയ കാര്യം പറഞ്ഞതുകൊണ്ട്. അപ്പൊ 3, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇനി 4-ാമത്തെ കാര്യം, ഈ ജഡസ്വഭാവമുള്ളവർ എന്താ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടത്തില്ല. കണ്ടോ? നിങ്ങൾ നോക്കിയ ജഡീക സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടാത്തവരാണ് ജഡീക സ്വഭാവം. അപ്പൊ 4 കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. 1, ജഡീക സ്വഭാവങ്ങൾ ഉള്ളവർ, ജഡത്തിന്റെ ചിന്ത മരണമാണ്. 2, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതയാണ്. 3, ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. 4, ജഡത്തിന്റെ ചിന്തയുള്ളവർ, ജഡസ്വഭാവമുള്ളവർ എന്താ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. കണ്ടോ? ശരിയല്ലേ? ദൈവദാസന്മാര് ദൈവവചനം പറയുമ്പോൾ അവര് ഒരിക്കലും അതിന് കീഴ്പ്പെടത്തില്ല. അവരെന്ത് ചെയ്യും? കീഴ്പ്പെടാതെ, അവർ ദൈവത്തിന് കീഴ്പ്പെടാതെ ദൈവത്തിന് വിപരീതമായി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിൽ വസിക്കുന്നത് ആരാ? പിശാചാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കണം, ദൈവം നമ്മളെ ഒരിക്കലും ഈ ആത്മസ്വഭാവമുള്ളവരായി തീർന്ന ഇരുട്ടിപ്പോയിരുന്നാലും ദൈവം നമ്മളെ കൈവിടും. എന്നെ 2-3 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു, ഞാൻ അതൊന്ന് പറയട്ടെ. നിങ്ങളൊന്ന് ഓർക്കുമോ? നമ്മുടെ യോഹന്നാനെ പത്മോസിൽ ഡൊമഷ്യൻ ചക്രവർത്തി ഇരുട്ടിൽ കൊണ്ടിട്ട്, ഓർത്തു നോക്കി, എന്താ? ഇവൻ അവിടെ കിടന്ന് മരിക്കണം, ആരും ആ പത്മോസിൽ വരുത്തില്ല. ഡൊമഷ്യൻ ചക്രവർത്തി കണ്ട ഒരു തിയറി എന്ന് പറഞ്ഞാൽ, ഈ പത്മോസിൽ ആ ദേശത്തുള്ള ഒരു മനുഷ്യനും വരുത്തില്ല എന്ന നല്ല ഒരു ചിന്ത ഉണ്ടായിരുന്നു. അവിടെ എന്താ കിടക്കുന്നത്? പച്ച അസ്ഥി കഷ്ണങ്ങളും പച്ച തലയോട്ടി കഷ്ണങ്ങളും മാംസപിണ്ഡങ്ങളും, അങ്ങനെ വേണ്ട വല്ലാത്ത ഒരു ഇരുളിന്റെ വ്യാപാരമാണ് അവിടെ വ്യാപരിച്ചത്. പക്ഷേ യോഹന്നാനെ ദൈവം തള്ളിയോ? യോഹന്നാനെ ദൈവം തള്ളിയോ? ആ ഇരുട്ട് യോഹന്നാന് മുമ്പിൽ വെളിപ്പെട്ട ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇരുട്ടിന്റെ അനുഭവത്തിൽ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുക, നിന്റെ ഇരുട്ടിന്റെ അവസ്ഥയിലും നിന്റെ ശൂന്യതയിലും ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയും. എനിക്ക് നല്ലവണ്ണം നല്ല സാക്ഷ്യമുള്ളവനാ, ചുമ്മാതെ പറയല്ല. മായസിസ്റ്റൊക്കെ എന്നെ കുറിച്ച് വളരെ നല്ല വ്യക്തമായി അറിയാം. ചുമ്മാതെ പ്രസംഗിക്കുമല്ല. ഇരുട്ടിൽ ഇനി മുന്നോട്ട് പോകയില്ല, ഇനി മുന്നോട്ട് നടക്കത്തില്ല, ഇനി കഴിയത്തില്ല, ഇനി ശുശ്രൂഷ നടക്കത്തില്ല എന്ന് ചിന്തിച്ച സമയത്ത് യേശുവിന്റെ ഇരുളിലും ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് രാത്രി വ്യക്തമായി എനിക്ക് വിളിച്ചു പറയാം, ദൈവ സാന്നിധ്യത്തോടു കൂടി വിളിച്ചു പറയാം, നമ്മുടെ ഇരുട്ടിന്റെ അനുഭവത്തിൽ ആരുമില്ലെങ്കിൽ, തലമുറകളില്ലെങ്കിലും, കുഞ്ഞുങ്ങളില്ലെങ്കിലും, ഭാര്യ കൈവിട്ടാലും, ഭർത്താവ് കൈവിട്ടാലും, നിന്റെ ദേശക്കാർ നിന്നെ കൈവിട്ടാലും, അമ്മായിമ്മ കൈവിട്ടാലും, ഭർത്താവിന്റെ വീട്ടുകാർ നിന്നെ കൈവിട്ടാലും, ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, നിന്നെ വിടുവിക്കുന്ന, നിന്റെ ഇരുളിന്റെ അനുഭവത്തിൽ കടന്നു വരുന്ന ഒരു യേശുവുണ്ട്. എല്ലാരും കൈവിടട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാവരും കൈവിട്ടു എന്ന് വിചാരിച്ചു വേണം നമ്മൾ ഇറങ്ങാൻ. കാരണം കർത്താവിനെ എല്ലാവരും കൈവിട്ടില്ലേ? പത്രോസ് പോലും കൈവിട്ടു. കൂടെ നിന്ന് ശുശ്രൂഷ അനുഭവിച്ച പത്രോസ് പോലും കൂടെ നിന്നില്ല, തള്ളിപ്പറഞ്ഞു. അപ്പൊ ലോകമതാ. ഒരു സമയത്ത് പ്രിയ ദൈവത്തിന്റെ മക്കളെ നമ്മളെ തള്ളിപ്പറയുന്ന ആരാ? നമ്മുടെ ബന്ധുക്കളാണ് നമ്മളെ തള്ളിപ്പറയുന്നത്. എന്തുകൊണ്ടാ? ഈ വചനം എടുത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എടുത്തതുകൊണ്ടാ, സത്യവചനം എടുത്തതുകൊണ്ടാ നമ്മളെ തള്ളിപ്പറയുന്നത്. പക്ഷേ എല്ലാവരും നിന്നെ കൈവിട്ടാലും, വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം ഞാൻ ഓർക്കുന്നു, നിന്റെ 10 മാസം നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ സ്വന്തം അമ്മ
നിന്നെ കൈവിട്ടാലും ഇന്ന് രാത്രി ആത്മശക്തിയോടെ ഞാൻ പറയാം, നിന്നെ കൈവിടാത്ത ഒരു യേശു ഇന്ന് രാത്രിയിലുണ്ട്. അതാ പാട്ടുകാരൻ പറയുന്നത്, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ആ പാട്ട് അറിയത്തില്ലേ? ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും നിന്നെ കൈവിടത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. യേശു നിന്റെ നടുവിലുണ്ട്. ആരൊക്കെ കൈവിട്ടാലെന്താ? എല്ലാവരും കൈവിടട്ടെ, പോട്ടെന്ന്. ഹല്ലേലൂയ. എന്നാൽ നിന്നെ കൈവിടാത്ത ഒരു യേശു ഇന്ന് രാത്രി നിന്റെ നടുവിലുണ്ട്. മോനെ ഒരു അമ്മ വിളിക്കുന്നതിലുപരിയായി മകനെ എന്ന് വിളിക്കുവാൻ, ആ മൃദു ശബ്ദം ഒന്ന് കേൾക്കുവാൻ ഇന്ന് രാത്രി നീ തയ്യാറായാൽ, പ്രിയ മക്കളെ, നിന്നെ കൈവിടാത്ത ഒരു യേശു. ഹല്ലേലൂയ. നീ സിംഹത്തിന്റെ കുഴിയിൽ അകപ്പെട്ടാലും നിന്നെ കൈവിടാത്ത. നിങ്ങൾ ഓർത്തു നോക്കി, പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, ഇതിനെ ആരാധിക്കണമെന്ന്. പക്ഷെ ആ ബാലന്മാർ ആരാധിക്കുവാൻ തയ്യാറായി. എന്റെ ദൈവം എന്നെ വെടിവെച്ചാലും ഇല്ലെങ്കിലും നിന്റെ വിഗ്രഹത്തെ ആരാധിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ആ ഒറ്റ പ്രതിജ്ഞയുടെ നടുവിലാണ്. നിങ്ങൾ നോക്കണം, 7 മടങ്ങ് ചൂടുള്ള തീയിൽ ആ ബാലന്മാരെ, യഹൂദ ബാലന്മാരെ ഇട്ടപ്പോ ദൈവം നോക്കി നിന്നോ? ദൈവം നോക്കി നിന്നോ? ആ രാജാവ് നോക്കിയപ്പോൾ 3 ബാലന്മാരെ ഇട്ട്, പക്ഷേ 4-മനാ ഒരുവൻ ആ തീക്കകത്ത് നിൽക്കുന്നത് ആ രാജാവ് കാണുവാനിടയായി. പ്രിയമുള്ളവരെ, നീ തകർന്നു പോകാഞ്ഞതിന്റെ കാരണം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോകാമായിരുന്നു. പക്ഷെ ആ സന്ദർഭത്തിൽ തകർന്നു പോകാത്തതിന്റെ കാരണം യേശു 4-മനായി നിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അപ്പോൾ 1, ജഡത്തിന്റെ ചിന്ത മരണം. 2, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതയാണ്. 3, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ആർക്ക്? ജഡ സ്വഭാവമുള്ളവർക്ക്. 4, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നവരല്ല ജഡീക സ്വഭാവങ്ങളുള്ളവർ. അപ്പോൾ ജഡത്തിന്റെ ചിന്ത മരണമാണെന്ന് പറയുമ്പോൾ ജഡത്തിന്റെ ചിന്തയുടെ അവസാനത്തിൽ മരണമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ, ഇവിടെ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണമാണെന്ന് പറയുമ്പോൾ ജഡത്തിന്റെ ചിന്തയുടെ അവസാനത്തിൽ മരണമുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ദൈവമക്കളെ, ഒരു ദൈവവേദനെ സംബന്ധിച്ച് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു മരണമുണ്ടെങ്കിലും നാം യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല. ഉണ്ടോ? നമ്മുടെ ഈ ജഡീക ശരീരം ഇവിടെ വിട്ടിട്ട് ആത്മാവ് എവിടെ പോകുന്നു? പ്രൈസ് ദി ലോർഡ്, നിത്യതയിൽ. അപ്പൊ ഒരു കാര്യം വിളിച്ചു പറയാം, സത്യം വിട്ട് തെറ്റിപ്പോകുന്നവൻ പാപിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ജഡസ്വഭാവമുള്ളവർ ആരാധിക്കുന്നത് ആരുടെ ആരാധനയ്ക്ക് തുല്യമാ? കായിന്റെ ആരാധന. കണ്ടോ, ഇപ്പൊ വളരെ വ്യക്തമായി ദൈവാത്മാവ് വിളിച്ചു പറയാം, പ്രിയമുള്ളവരെ, ജഡസ്വഭാവമുള്ളവർ ആരാധിക്കുന്ന അത് കായിന്റെ യാഗത്തിന് തുല്യമാണ്. അപ്പൊ പാപം ചെയ്യുന്നവന്റെ പ്രാണനകത്ത് എന്ത് കയറി? മരണം കയറി. കണ്ടോ, പാപം. നിങ്ങൾ നോക്കണം, ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്നുവാൻ തക്കവണ്ണം ദൈവം അവന് അധികാരം കൊടുത്തു. പക്ഷേ ഒരു വൃക്ഷത്തിന്റെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം നീ തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ആ ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യർക്ക്, ആദമിനും ഹവ്വയും, ഒരു സ്വല്പ സ്നേഹം ദൈവത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ആ പിശാചി വന്ന് പറഞ്ഞത് കേൾക്കുമായിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് എന്തിനാ? നാളെ അവർ നല്ല രീതിയിലാകണം, അവർ പഠിച്ച് മിടുക്കരായി അവിടെ ഒരു നന്മ അനുഭവിക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു അനുഗ്രഹവും
സന്തോഷവും. പക്ഷെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ നമുക്ക് വിഷമമായി തീരും, ഇല്ലേ? അവർ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് അതിയായ ദുഃഖമുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്ന ആദമിനെയും ഔവയും സൃഷ്ടിച്ചിട്ട് നിനക്ക് എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്നാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നോ കേറി വന്ന പാമ്പായിട്ട് വന്ന ആ പിശാച് പറയുന്നത് കേട്ടിട്ട് 1 മിനിറ്റ് കൊണ്ട് എന്താ പാപത്തിനടിമയായി തീർന്നു. അപ്പൊ പാപം ചെയ്യുന്നവന്റെ പ്രാണനകത്ത് എന്ത് കയറി? മരണം കയറി. ദൈവം പറഞ്ഞു എന്താ തോട്ടത്തിന് പുറത്തു പോയിക്കോളും. കണ്ടോ? പാപം ചെയ്തതുകൊണ്ട് എന്താ ഇത് നമുക്ക് ആധാരമാണ്. പ്രിയമുള്ളവരെ, നാം കൈയടിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചില വശങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, നമ്മൾ തോട്ടത്തിന് പുറത്താണ്. ഗ്ലോറി. സഭയിലിരിക്കുന്ന പാസ്റ്ററോ ദൈവമക്കൾക്കോ തിരിച്ചറിയാൻ കഴിയത്തില്ല, പക്ഷേ പാപം ചെയ്യുന്നവൻ തോട്ടത്തിന് പുറത്താ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എന്തായിത്തീരണം? പാപത്തിൽ നിന്നും ഒരു വിടുതലിന്റെ, ഇതാ ഏറ്റവും വലിയ വിടുതലിന്റെ ശുശ്രൂഷ, ഇല്ലയോ? പാപത്തിൽ നിന്നും മോചിക്കുക എന്നുള്ളതാ ഏറ്റവും വലിയ ശുശ്രൂഷ. അല്ല രോഗിയെ സൗഖ്യമാക്കുന്നതല്ല, ഞാൻ മനസ്സിലാക്കി. രോഗിയെ സൗഖ്യമാക്കുന്നത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല, യേശുവാ, കർത്താവോ, ഇല്ലേ? അപ്പോൾ നമ്മൾ പാപമില്ല എങ്കിൽ ഈ മനുഷ്യന് രോഗം എങ്ങനെയാ കടന്നുകൂടിയത്? പാപം ചെയ്യുന്നത് കൊണ്ടല്ലേ? അപ്പം പാപം ചെയ്യുന്നവന്റെ പ്രാണനകത്ത് എന്ത് കയറി? മരണം കയറുവാനിടയായി. പ്രൈസലോ. അപ്പൊ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ഈ പാപ സ്വഭാവം മാറി. അപ്പം ജഡസ്വഭാവമുള്ളവർ ആരാധിക്കുന്നത് കായിന്റെ യാഗത്തെ പോലെയാണ്. അപ്പൊ പാപം ചെയ്യുന്നവന്റെ പ്രാണനകത്ത് എന്ത് കയറി? മരണം കയറി. ജഡസ്വഭാവം മാറ്റിയപ്പോൾ ആത്മസ്വഭാവത്തിലേക്ക് വരാൻ ബൈബിൾ പറയുന്ന ഏകമാർഗം ദൈവത്തിന്റെ ആത്മാവിൽ നിറയുക. സ്തോത്രം. പ്രിയമുള്ളവരെ, നല്ലൊരു വചനമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ കൈയടിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വചനമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതൽ നടക്കുന്ന ശുശ്രൂഷ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വേർതിരിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജഡസ്വഭാവമുള്ളവർ ആരാധിക്കുന്നത് കായിന്റെ യാഗത്തെ പോലെയാണ്. പാപം ചെയ്യുന്നവന്റെ പ്രാണനകത്ത് എന്ത് കയറി? മരണം കയറി. അപ്പൊ ജഡസ്വഭാവം മാറ്റി ആത്മസ്വഭാവത്തിലേക്ക് വരാൻ ബൈബിൾ പറയുന്ന ഏകമാർഗം ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി നിറയുക. നീ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തെ നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവം കേട്ടിട്ട് അതിന് മറുപടി തരുവാനിടയാണ്. നിങ്ങൾ നോക്കൂ, ഏലിയാവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. ദേശത്ത് മഴയുണ്ടാകുവാൻ ഒരു കാരണവുമില്ല, അനുകൂലമല്ലാത്ത കാലാവസ്ഥ. പക്ഷേ തന്റെ മുഴങ്കാലുകൾക്ക് നടുവിൽ തന്റെ ശിരസ് കുനിച്ച് ഒറ്റ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ നിങ്ങൾ നോക്കിക്കോണേ, ആകാശമേഘങ്ങളിൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ, അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ ഇരുണ്ട് മൂടപ്പെട്ട് കിടക്കുമ്പോൾ, ഇരുളടഞ്ഞു കിടക്കുമ്പോൾ, ആ ഇരുളടഞ്ഞ മേഘത്തെ മാറ്റി, കാലാവസ്ഥയെ മാറ്റി മഴ പെയ്യിച്ചുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത്, തലമുറയ്ക്കകത്ത് ഒരു വിടുതൽ നടക്കുവാൻ നീ ചിന്തിക്കുമ്പോൾ, മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുമ്പോൾ യാതൊരു വിധമായ രീതിയിലും നിന്റെ തലമുറയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, നിന്റെ തലമുറയിൽ കൂടി നീ ഹല്ലേലൂയ ഒരു നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പറയാം, നീ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത്, നീ സ്വപ്നത്തിൽ കാണുന്നതിന് മുമ്പ് ദൈവത്തിന് ചിലത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുവാൻ സത്യമായി വിളിച്ചു പറയുക. ദൈവം ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്നു, മായ സിസ്റ്റമൊക്കെ അറിയാം എന്റെ ജീവിതത്തെ കുറിച്ച്. ചുരുങ്ങിയ കാലം കൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളാക്കി.
അത്ഭുതങ്ങൾ 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 മാത്രമേ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്ക് തന്റെ ഇടത്തോടെ ശക്തമായി വിളിച്ചു പറയാം. എന്തോ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി വിളിച്ചു പറയുന്നു. തലമുറകൾ കൂടി ഒരു നന്മ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരി ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, ആ ഏലിയാവ് ചെയ്തത് തന്റെ മുഴങ്കാലുകൾക്ക് നടുവിൽ തന്റെ ശിരസ് കുനിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ഇതുവരെ കാണാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് നീ കാണാത്ത ഒരു ദൈവപ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുക. നീ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ? ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ? ഈ ദൈവിക ദൂതിന്റെ അടിസ്ഥാനത്തിൽ ഇല്ല നീ നന്മ കാണത്തില്ലെന്ന് നിന്റെ ബന്ധുമിത്രാദികൾ പറയുമ്പോൾ അവിടെ ദേശത്തിന് മുഴുവിൽ നിന്നെ ഏറ്റവും മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങാൻ പോവുക. ഇന്ന് രാത്രി കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് ചില ഹൃദയങ്ങളിൽ ചില മാറ്റം ഉണ്ടാകട്ടെ, ചില മഴ പെയ്യട്ടെ, ചില നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി ഇന്ന് രാത്രി തലമുറയിൽ ചില കുടുംബങ്ങളിൽ അനുഭവിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി കർത്താവേ, ഒരു ദൈവത്തെ വെളിപ്പെടണമേ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ, ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കണമേ. അല്ലേ? അപ്പൊ ജഡസ്വഭാവം മാറി ആത്മസ്വഭാവം വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിച്ചാൽ കംപ്ലീറ്റ് ജഡീക സ്വഭാവങ്ങളും നമ്മളിൽ നിന്നും മാറ്റി ഒരു ആത്മസ്വഭാവം വസിക്കുവാൻ ഇടയാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഭരിക്കുവാൻ അനുവദിക്കും. ദൈവമുള്ളിൽ കയറുവാനിടയാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ തക്കവണ്ണം ഇടയാകണം. നിങ്ങൾ ഓർത്തു നോക്കുകയും ഏത് വിഷയത്തിനാ മറുപടി ലഭിക്കാത്തത്? ഏത് വിഷയത്തിനാ മറുപടി ലഭിക്കാത്തത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തു നോക്കിയ കാരാഗ്രഹത്തിൽ പത്രോസ് കിടന്നപ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥന എത്ര ശക്തമാ! ചെറുതായി നിങ്ങൾ കാണല്ലേ? കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുക. ഇനിയും ഒരു വിധത്തിലും ഒരു വഴിയുമില്ല, തുറക്കപ്പെടുവാൻ ആർക്കും കഴിയത്തില്ല. പക്ഷേ ഒന്നറിയാം, പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം വലിയവനാണ്. അവർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അവർ ഒന്നിച്ചിരുന്ന് ദൈവസഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഒന്നാമത്തേതും രണ്ടാമത്തേതും ഇരുമ്പ് വാതിലുകളും മൂന്നാമത്തെ വാതിലുകളും തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു നന്മ കാണിക്കത്തില്ലെന്ന് ദേശാന്തര ശക്തികൾ പറയുമ്പോൾ ഹല്ലേലൂയ 3 വാതിലുകൾ തുറന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അകത്തെ, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റുവാൻ നിന്റെ തലമുറയുടെ, അങ്ങനെ തന്നെ പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുവാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷേ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഭാരപ്പെടുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രി പ്രയാസപ്പെടുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ ഹല്ലേലൂയ ഹല്ലേലൂയ നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയിട്ടില്ല എന്ന് ചിന്തിച്ച് വേവലാതിയോടെ ഞരക്കത്തോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, ഇതാ നിന്റെ ഹല്ലേലൂയ വിഷയത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വിടുതലയച്ച് നിന്നെ മാനിക്കുവാൻ, അതേ ദേശത്ത് മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ആത്മാവിൽ വിളിച്ചു പറയുക. ഈ ദൂതന്നെ ഏറ്റെടുക്കാം. ഈ ദൂതന്നെ ഏറ്റെടുക്കുന്ന നിങ്ങൾ ചിലപ്പം ഓർഗോ സൂം മീറ്റിംഗിൽ, ഒത്തിരി സൂം മീറ്റിങ്ങിലൊക്കെ കേട്ടത്, നിങ്ങൾ ഏറ്റെടുക്കാവോ? ഇന്ന് രാത്രി നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുന്ന, അല്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മസ്വഭാവമുള്ളവരായി മാറിയ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം തരുന്ന ഒരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വിശുദ്ധിയിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേർതിരിച്ച് മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് നമ്മളെ ഒരു വ്യത്യസ്തനാക്കുന്നത്
എപ്പോഴാണ്? ആത്മസ്വഭാവമുള്ളവരായി തീരുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ വെച്ച് എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതാ ഞാൻ. ഹല്ലേലൂയ. വളരെ നിരാശയോടുകൂടി ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കുവാനിടയായപ്പോൾ, ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ തയ്യാറായപ്പോൾ, ആനക്കുന പോലെ ദൈവത്തോടെ കൂടെ നടക്കുവാനിടയായപ്പോൾ ദൈവം എൻ്റെ സ്ഥിതിയൊക്കെ മാറ്റുവാനിടയായി. ഞാൻ ഇന്ന് ഏറ്റവും സന്തോഷമുള്ളവനാണ്. കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവം വലിയവനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ നാം ആത്മസ്വഭാവമുള്ളവരായി തീരുന്നുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വലിയവ തന്നെ ചെയ്യുവാനിടയാണ്. നമ്മുടെ കുറിവാക്യം എന്താണ്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജഡസ്വഭാവങ്ങളൊക്കെ മാറി. പ്രിയമുള്ള, ഈ ജഡീക സ്വഭാവങ്ങൾ മാറിയെങ്കിലല്ലേ നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അതല്ലേ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ വരവേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു ദിവസം. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടി ഞാൻ വിളിച്ചു പറയും. നമ്മുടെ ദൈവം ഇപ്പോൾ നമ്മൾ പറയും സ്നേഹമുള്ളവനോ, കരുണയുള്ളവനോ, മഹാദയാലുവാണ്. പക്ഷെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താ? മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട് കഴിയണം. പ്രിയമുള്ളവരെ, നാം പ്രവാസികളാണ്. ദൈവം നമുക്കൊരു വിസ അടിച്ചു തന്നിട്ടുണ്ട്. 70, 80, 90, 100, 60 വയസ്സ് വരെ ഒരു വിസ അടിച്ച് അതിന്റെ കാലാവധി കഴിഞ്ഞാൽ എടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട് കഴിയണം. കർത്താവ് കടന്നു വരുമ്പോൾ സ്നേഹമുള്ളവനല്ല, കരുണയുള്ളവനല്ല, പിന്നെ എങ്ങനെയാ? ന്യായാധിപനായി അവൻ കടന്നു വരും. ന്യായാധിപനായി കടന്നു വരുമ്പോൾ നമ്മളിൽ പാപമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. നിത്യനരകത്തിന് അടിമയായി തീരുവാനിടയും. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് മാറണമെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ നമ്മുടെ സ്വഭാവങ്ങൾ ഒന്നുകൂടെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ആധാരമാക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എന്റെ വചന ശുശ്രൂഷ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് സമയം തന്ന പ്രിയ അവിടുത്തെ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും, അപ്പോൾ തന്നെ പ്രിയമായ സിസ്റ്റർ, അതുപോലെ ഹസ്ബൻഡ് കണ്ണനച്ചായൻ, അതുപോലെ ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും പ്രത്യേകമായ എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരെ ഐശ്വര്യമായി കർത്താവിന്റെ വചന ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ സ്വർഗം സഹായിച്ചല്ലോ. ആമേൻ. കേട്ട നമ്മുടെ ജീവിതങ്ങൾക്കെല്ലാം അതൊരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. നാം തികച്ചും മനുഷ്യരായി തന്നെ ജീവിപ്പാൻ ആമേൻ. കർത്താവിന്റെ ദാസൻ ഒരു വാക്ക് പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ. ജഡസ്വഭാവത്തിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുകയില്ല? ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തികച്ചും ആത്മസ്വഭാവമുള്ളവരായി തീരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം വചനം ശുശ്രൂഷിപ്പാൻ കടന്നു വന്ന കർത്താവിന്റെ ദാസനെ ആ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ, കുടുംബമായി ദൈവം മാനിക്കട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പിരിയാം. അതിനായി ആമേ കണ്ണൻചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മാറ്റിയ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിന്റെ ദാസനിൽ കൂടി കേട്ട വചനങ്ങള് ഇന്ന് രാത്രികാലം നമുക്ക് അനുഗ്രഹമായി ആമേൻ. തീർന്നതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ രാത്രി വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 10 മണിയായ സമയത്ത് കർത്താവെ സ്തോത്രം, കഴിഞ്ഞ ഒരു മണിക്കൂർ കർത്താവെ ഞങ്ങളുടെ ഇടയിൽ വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, അങ്ങയുടെ ദാസനിൽ കൂടി കേട്ട വചനങ്ങള് കർത്താവെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രികാലം അത് അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ സങ്കടങ്ങളെ അറിഞ്ഞ്, ഞങ്ങളുടെ പ്രയാസങ്ങളെ അറിഞ്ഞ്, ഞങ്ങളുടെ ഭാരങ്ങളെ അറിഞ്ഞ് ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനും കൂടി ഞങ്ങളോട് സംസാരിച്ച ആ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിടത്തോളം വചനം കർത്താവെ ഹല്ലേലൂയ ഞങ്ങളോട് അറിയിപ്പാൻ, കർത്താവിന് അവിടുന്ന് കൊടുത്ത ദൂത് ഞങ്ങളോട് അറിയിപ്പാൻ ദൈവം അവിടുന്ന് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും ഒക്കെ ഇടയില് കർത്താവ് ഞങ്ങളോട് വചനം അറിയിപ്പാൻ കർത്താവ് അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹമേറിയ ഹല്ലേലൂയ സ്തോത്രം വചനത്തെ അറിയിപ്പാൻ കർത്താവിന്റെ ദാസനെ പിന്നെയും ശക്തീകരിച്ചായിട്ട് ബലപ്പെടുത്തിക്കാട്ടെ. കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. പലരും കർത്താവെ ചിരിച്ച മുഖം കൊണ്ടിരിക്കുമെങ്കിലും ഉള്ളാൽ കരയുന്ന ഹല്ലേലൂയ ചില ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളെ ഹല്ലേലൂയ ദർശിക്കുന്നു. കർത്താവെ സ്തോത്രം, അവരുടെ ഭാരങ്ങൾ അറിഞ്ഞ്, അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ്, അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ് കർത്താവെ ഈ രാത്രികാലം അവർക്ക് ആശ്വാസം പകരണമേ. അടഞ്ഞ വഴികളെ ദൈവം തുറന്നു നൽകി ദൈവം മാനിക്കണമേ. കർത്താവെ സ്തോത്രം, എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവരുടെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവലും കൃപയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ജോഷി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രങ്ങളുടെ ദാസനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയും സാന്നിധ്യം കുടുംബമായി ദൈവം അനുഗ്രഹിച്ച് ദൈവം പരിപാലിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ലീഡ് ചെയ്ത അങ്ങയുടെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, ഈ രാത്രികാലം കർത്താവെ ഞങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ ശ്രമിച്ച കർത്താവെ സ്തോത്രം, ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ തിരുസന്നിധിയിൽ ഇരുത്തിയ ആ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകള് യാചനകളെ കൈക്കൊണ്ടതിനായി സ്തോത്രം. മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടൊപ്പവും ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ജോസഫ് പാസ്റ്ററോടൊപ്പം, പ്രത്യേകിച്ച് ഇന്ന് വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനോടൊപ്പവും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. മീറ്റിംഗ് കഴിഞ്ഞില്ല. കണ്ണടിച്ചാൻ മ്യൂട്ടാണ്. ഞാൻ ഇറങ്ങിക്കോട്ടെ സിസ്റ്ററെ? കണ്ണടിച്ചാൻ ഞാൻ ഇറങ്ങുവാന്നേ. ഓക്കെ, താങ്ക്സ്.